ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ബി ഹോട്ടലിന്റെ അകത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാബുമോൻ ഇറങ്ങി കളിക്കുകയാണ്. ഹോട്ടലിലുള്ള ജീവനക്കാര് എന്തൊക്കെ ചെയ്യണം, അവരെ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ നോക്കിക്കൊണ്ട് നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ടീമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരത് ക്ലീൻ അല്ല, കിച്ചൺ ഒന്നും ക്ലീൻ അല്ല, അത് ക്ലീൻ ഇല്ലാത്ത ഇവിടുന്നാണോ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആണെങ്കിൽ സാബുമോൻ സ്കോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്ക് പണി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഹൗസ് കീപ്പിംഗ് ടീമാണ്. ഹൗസ് കീപ്പിംഗിലുള്ളവരാണ് ജിൻഡോയും ശ്രീതുവും അർജുനും. ഇവിടെ ശ്രീതു സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ബാക്കി രണ്ടുപേര് അർജുനും ജിൻഡോയും ആണെങ്കിൽ ഇവിടെ ഫുൾ ക്ലീനിങ് ആണ്. ആദ്യം തന്നെ ഗസ്റ്റായ സാബുമോന്റെ റൂം വൃത്തിയാക്കണമെന്നായിരുന്നു അവരോട് പറഞ്ഞത്. അവര് ടണൽ റൂമിലാണ് അവർ കിടക്കുന്നത്. ആ റൂം വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു, വളരെ സൂപ്പറായിട്ട് തന്നെ ആ റൂം ക്ലീൻ ചെയ്തു. അത് കണ്ട് അതിഥിക്ക് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ റൂമും പ്രത്യേകം വൃത്തിയാക്കുന്നുണ്ട്. ഡൺ റൂം, നെസ്റ്റ് റൂം, ബാത്റൂം, ഇതെല്ലാം അവരുടെ ഏരിയയിൽ പെട്ടതായതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളും അവർ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ആ ഒരു ഹൗസ് കീപ്പിംഗിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവർ നല്ല വൃത്തിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗസ്റ്റിന്റെ തുണി വരെ അവർ അലക്കി കൊടുക്കുന്നുണ്ട്. അർജുനൊക്കെ പോയി നല്ല നീറ്റായിട്ട് അലക്കി കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ജോലി തന്നെയാണ് ഇന്ന് അവർ ചെയ്യുന്നത്. ഇന്നലെ അവർ കിച്ചന്റെ അകത്ത് നിന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ചെയ്തു, നല്ല പോയിന്റുകൾ മേടിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിഥി നല്ല പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, പ്രത്യേക അപ്രിഷിയേറ്റ് കൊടുത്തിട്ടുണ്ട്. ജിൻഡോ ആയിക്കോട്ടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അർജുൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ശ്രീതു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും കിടുക്കാച്ചിയായിട്ട് ക്ലീൻ ചെയ്തു എന്ന് പറയാം. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സഹതാപം തോന്നും, കാരണം എത്ര വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അർജുൻ ആയിക്കോട്ടെ, ശ്രീതു ആയിക്കോട്ടെ, ജിൻഡോ ആയിക്കോട്ടെ, അത് അവരവരുടെ മേഖലകളിൽ അവർ പ്രമുഖരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അവർ പ്രശസ്തരാണ്. അവർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ അവർക്ക് ഒരു മടിയും കാണിക്കുന്നില്ല. അവർ ആ ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തന്നെ ആ ഒരു ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ.